Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon to all. Okay, so can we start? Yes, ma'am. I was actually having chocolates. Actually, chocolate is very good for us to balance our mood swings. Mood swing ഉള്ളതുകൊണ്ടല്ല കേട്ടോ ഞാൻ ചോക്ലേറ്റ് കഴിച്ചത്. എനിക്ക് ഇൻ ബിറ്റ്വീൻ കുറച്ചൊന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ എനിക്ക് ക്ലാസ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണം തോന്നി ചോക്ലേറ്റ്. നമ്മളിങ്ങനെ പറയും പീരിയഡ് ടൈമിന് മുമ്പ് ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ഉണ്ടാവും, ആഫ്റ്റർ പീരിയഡ്സും ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്ന് പറയും. ആ ടൈമില് ബിഫോർ ആൻഡ് ആഫ്റ്റർ പീരിയഡ്സ് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണ്. പീരിയഡ് ടൈമില് വൈറ്റമിൻ സി ടിപ്പാണ്, ഒന്ന് യൂസ് ചെയ്ത് നോക്കി. ഓക്കെ, സോ യു പീപ്പിൾ ഫോംഡ് കമ്മിറ്റി റൈറ്റ്? നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ലേ? 2 ലീഡേഴ്സ് ഉണ്ടോ? ഉണ്ട് മാം. Okay. കമ്മിറ്റി ഫോം ചെയ്തു. Okay, so please coordinate. Please start the class. മിസ്സേ, ഞാനിപ്പോ ജോയിൻ ചെയ്തോളെ. അപ്പൊ പ്രെയർ തുടങ്ങിയോന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്റെ ഫോൺ ഹാങ് ആയി പോയിരുന്നു. അപ്പൊ പ്രെയർ ചെയ്തില്ലെങ്കിൽ പ്രെയർ ഇന്ന് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ശരണ്യ സുന്ദറും സൈൻ ഇൻ സൈൻ ഔട്ടും എസ്റ്റർ ബേബിയാണ്. ഓക്കെ. Okay. Good afternoon, all. Dear Lord, before our class starts today, Lord, we ask for your presence and guidance. We trust that you will be with us during this time as we learn and dive into the material at hand. Bring clarity to our minds and let your truth saturate every area of our learning so that we grow not only academically but spiritually too. Help each of us in this classroom to be a blessing to one another and find joy in the journey. Thank you. Good afternoon to all. A person who feels appreciated will always do more than is expected. അഭിനന്ദിക്കപ്പെടുന്ന ഒരു വ്യക്തി എപ്പോഴും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കും. സൈൻ ഇൻ ബൈ എസ്റ്റർ ബേബി. താങ്ക് യു. ഓക്കെ, ഫൈൻ. സോ വേർ വേർ വി? അതും എന്നെ റിമൈൻഡ് ചെയ്യണം നീ പറഞ്ഞിരുന്നു. നമ്മൾ എവിടെയാണ്? മിസ് മോണ്ടിസോറി എന്നുള്ള ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. എന്നിട്ട് ഇനി നെക്സ്റ്റ് ദ മോണ്ടിസോറി വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് എന്നുള്ള യൂണിറ്റ് 2 ആണ് എടുക്കാമെന്ന് മിസ് പറഞ്ഞത്. ഓക്കെ, മരിയ മോണ്ടിസോറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ബട്ട് ആ ഒരു PDF ഉള്ളത് മാത്രമല്ല മരിയ മോണ്ടിസോറി വരുന്നത്. അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന എല്ലാം വായിക്കുക. അത് നോട്ട് ചെയ്യാൻ പറ്റുന്നതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. മരിയ മോണ്ടിസോറി പറഞ്ഞപ്പോ നമ്മൾ അതിനകത്ത് മരിയ മോണ്ടിസോറി ആ മെത്തേഡ് വേൾഡ് വൈഡ് ഒരു മെസ്സേജ് പോലെ അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പലരും സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു അല്ലെ. അതിൽ ജീൻ പിയാഗറ്റ് ഉണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ് ഉണ്ട്. ഇവരെല്ലാം സൈക്കോ അനാലിസ്റ്റുകളാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകള് അന്ന ഫ്രോയിഡ്, അതുപോലെ തന്നെ ഗാന്ധിജി, അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം ഇനീഷ്യലി ഒരു സ്ലം ഏരിയയിലെ നല്ലൊരു റിസൾട്ടിൽ അവർ ആദ്യമായിട്ടൊരു മോണ്ടിസോറി മെത്തേഡ് ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോ അത് അവരെ ഭയങ്കര ഫേമസ് ആക്കി. അറിഞ്ഞു കേട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അവർക്ക് ഇൻവിറ്റേഷൻ വരികയും ഡെമോ ചെയ്യാനായിട്ട് പറയുകയും ചെയ്യണ്ടായി. അങ്ങനെ USA തന്നെ പെട്ടെന്ന് തന്നെ അവരെ ഒരു പീക്കിൽ എത്തിച്ചത് 100 സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തതായിരുന്നു. ബട്ട് അറിയാലോ, നമ്മളുടെ നാട്ടിലാണെങ്കിലും ഒരു പുതിയൊരു സിസ്റ്റം വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ
അങ്ങനെയുള്ള ചില കോൺഫ്ലിക്ട്സ് വന്നപ്പോൾ US-ലെ ആ മെത്തേഡ് അങ്ങ് താഴേക്ക് പോവാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്നപ്പം മോണ്ടിസോറി അങ്ങനെയാണ് US എന്ന് തിരിച്ചു പോരുന്നത്. ആ ടൈമിലാണ് ഇറ്റലിയിലെ അവരുടെ നാട്ടിലെ ഇറ്റലിയിലെ രാജ്ഞിയുടെ സപ്പോർട്ട് കിട്ടുന്നതും പിന്നെ പല സൈക്കോ അനാലിസ്റ്റുകളായ ജീൻ പിയാഗറ്റ്, സിഗ്മണ്ട് ഫ്രോയിഡ്, അദ്ദേഹത്തിന്റെ മകൾ അന്ന ഫ്രോയിഡ്, ഗാന്ധിജി അങ്ങനെയുള്ളവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടിയപ്പോൾ അവർക്ക് ആശ്വാസമായി. അവർ വീണ്ടും വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ബട്ട് അവരെ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത രണ്ട് പവർഫുൾ ലീഡേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും അവർ ഭയങ്കരമായിട്ടൊരു ഓട്ടോക്രാറ്റിക് ഏകാധിപതികളായ രണ്ടുപേരുണ്ടായിരുന്നു. ജർമ്മനിയിലെ ഹിറ്റ്ലറും അവരുടെ തന്നെ നാട്ടിലെ ഇറ്റലിയിലെ മുസോളിനി. ബട്ട് പെട്ടെന്ന് തന്നെ അവരുടെ സപ്പോർട്ട് ഇല്ലാതായി. അതിനെന്താ കാരണം? മറിയ മോണ്ടിസോറിയുടെ മെസ്സേജും അവരുടെ ആക്ഷൻസും, ഈ രണ്ട് ലീഡേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് അവരുടെ ആക്ഷൻസും തമ്മിൽ കോൺട്രഡിക്ഷൻ ആയിരുന്നു. മറിയ മോണ്ടിസോറി എന്താ, യുദ്ധം വേണ്ട, പീസ് ആൻഡ് ഹാർമണി എന്നുള്ള എയിം വെച്ച് പോകുമ്പോൾ ഇവര് യുദ്ധത്തിലൂടെ എല്ലാരെയും അടിച്ചമർത്തുന്ന ഏകാധിപതികളായിരുന്നു അല്ലെ, ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. അങ്ങനെ ജർമ്മനിയിൽ ബാൻ ചെയ്യുന്നു, ഇറ്റലിയിലെ സ്കൂളുകൾ ക്ലോസ് ചെയ്യുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുവാണ്. ബട്ട് ലേറ്റർ ഇത് വീണ്ടും അക്സെപ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ലൈഫ് മുഴുവനും അതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നു. ആഫ്റ്റർ അവരുടെ ലൈഫിന് ശേഷം അവരുടെ മകൻ മറിയോ മോണ്ടിസോറി ഇത് ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ മോണ്ടിസോറി മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ ഇതിന്റെ മെത്തേഡ്സ് പല ഭാഗങ്ങളിലും ആക്സെപ്റ്റ് ചെയ്തു, പലയിടത്തും പാർഷ്യലി ഫോളോ ചെയ്യുന്നു. പാർഷ്യലി മീൻസ് കുറച്ച് മോണ്ടിസോറി മെത്തേഡ്, കുറച്ച് ട്രഡീഷണൽ മെത്തേഡ്, ആ ഒരു രീതിയിൽ. അത് മറിയ മോണ്ടിസോറിയിൽ നമ്മൾ പറയുന്നുണ്ട്, കുട്ടികളുടെ പാരന്റ്സും അവർക്ക് എഴുതണം വായിക്കണം എന്നുള്ളൊരു കൺസേൺ പറയുന്നുണ്ട്. പക്ഷെ മോണ്ടിസോറിക്ക് കുട്ടികളെ നിർബന്ധിച്ച് എഴുതിപ്പിക്കുക, വായിപ്പിക്കുക എന്നുള്ളത്, ഒന്നും നിർബന്ധിച്ച് ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ഒരു മെത്തേഡിലില്ല. എല്ലാം സ്പോണ്ടേനിയസ് ആയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വരണമെന്നായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. അവരുടെ മെത്തേഡും അങ്ങനെ തന്നെയായിരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ. അവരെ സംബന്ധിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ടീച്ചർ, കുട്ടികൾ താഴെ ഇരിക്കുന്നു, ടീച്ചർ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ലെക്ചർ കൊടുക്കുന്നു, ഇതല്ല എഡ്യൂക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ച് ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ത്രൂ എക്സ്പീരിയൻസ് ഒരാളിലേക്ക് എത്തുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു, നമ്മള് സ്കൂളിൽ പലതും പഠിച്ചിട്ടുണ്ട്, പല സബ്ജക്ട്സും നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസ്, സോഷ്യൽ, അങ്ങനെ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പഠിച്ചു. ലാംഗ്വേജസ് പഠിച്ചു, ഇംഗ്ലീഷും ഹിന്ദി, മലയാളമൊക്കെ പഠിച്ചു. നമ്മള് സയൻസ്, സോഷ്യലൊക്കെ പഠിച്ചപ്പോൾ ഡീഫോറസ്റ്റേഷൻ, അതുപോലെ തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും, വരൾച്ച, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകും, കൃഷിനാശം, അങ്ങനെ പല അപകടങ്ങള്, നാച്ചുറൽ കലാമിറ്റീസ്, അങ്ങനെ സോയിൽ ഇറോഷൻ, അങ്ങനെ പല രീതിയൊക്കെ വരുന്നൊക്കെ നമ്മൾ പഠിച്ചു. ബട്ട് whatever we are learning, we are applying to in our life. നമ്മൾ നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് we are making others to aware about this. മറ്റുള്ളവരെയും അത് മനസ്സിലാക്കിച്ച് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കുമ്പോഴാണ് അത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് പ്രോസസ് ആകുന്നത്. അല്ലാത്ത സമയത്തോളം അതൊരു സബ്ജക്ട് സ്റ്റഡിയിങ് ആണ്. നമുക്കറിയാം വെള്ളത്തിന്റെ സ്കേഴ്സിറ്റി. ചിലപ്പോൾ നമ്മൾ ബ്ലെസ്ഡ് ആയിരിക്കും, നമുക്ക് നിറയെ വെള്ളം ഒക്കെ ഉള്ള സോഴ്സസ് നമുക്ക് അധികം ഉണ്ടാവും. ബട്ട് പലയിടത്തും വെള്ളം വളരെ കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളെ ചെറുപ്പം പോലെ ശീലിപ്പിക്കുകയാണ്, വെള്ളം ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ചെലവാക്കരുത്. പിന്നെ റെയിൻ ഹാർവെസ്റ്റിംഗ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അതെല്ലാം നമുക്കതിന്റെ ബുദ്ധിമുട്ട് അറിയാം. പക്ഷെ നമ്മള് ഡയറക്ട്ലി ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നില്ലെങ്കിലും there are some people who are facing that എന്ന് നമുക്കറിയാം. സോ അങ്ങനെ അറിഞ്ഞ് നമ്മളുടെ ആക്ഷൻ കറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ഒരു ലേണിംഗ് പ്രോസസ്സിലേക്കായി മാറുന്നത്. തിമാറ്റിക് ലേണിംഗ് പ്രോസസ്, തീമും ലേണിംഗും. ഇപ്പുറത്തെ സൈഡിലോ നമ്മൾ അതൊന്നും അപ്ലൈ ചെയ്യാതിരിക്കുമ്പോൾ അത് വെറും ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് ആവുന്നു. അതാണ് സബ്ജക്റ്റും തീമും തമ്മിലുള്ള വ്യത്യാസവും സ്റ്റഡിയിങ്ങും ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ ഇവിടെ ഒരു ഓട്ടോമാറ്റിക് ലേണിംഗ് പ്രോസസ് ആണ് മോണ്ടിസോറി മെത്തേഡില്. ട്രഡീഷണൽ മെത്തേഡിൽ നിന്ന് സബ്ജക്ട് സ്റ്റഡിയിങ് ആണ്. ഓക്കെ, സോ നമുക്ക് അതെന്താന്ന് നോക്കാം. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാം. അത് ജസ്റ്റ് ഒരു പാരഗ്രാഫ് ആണ്, ഒറ്റ ഒരു 2 പേജോ അത്രയും കണ്ടേ ഉള്ളൂ. വി ഹാവ് സോ മെനി തിങ്സ് ടു ഡിസ്കസ് ഇൻ ദാറ്റ്.
Okay. So this is Montessori method versus traditional method. അപ്പൊ മോണ്ടിസോറി മെത്തേഡ് ഒരു 25 മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ട്രഡീഷണൽ മെത്തേഡിലും ഒരു 25 മാർക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് രണ്ടിലും 25, അത് ഒന്നിൽ എന്താണോ പറയുന്നത് ഇപ്പുറത്ത് എന്താണോ കണക്ട് ചെയ്തിട്ടാണ്. അപ്പൊ ആ രീതിയിൽ നമുക്കൊന്ന് നോക്കാം. അപ്പം എല്ലാവരുടെയും ഈ PDF ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. സോ ഡു വൺ തിങ്. മോണ്ടിസോറി എഡ്യൂക്കേഷനിലെ ഫസ്റ്റ് 5 സ്റ്റേറ്റ്മെന്റ് അതൊരാൾ വായിക്കുക. ട്രഡീഷണൽ മെത്തേഡിലെ 5 വായിക്കും. അങ്ങനെ 5 ആ ഒരു രീതിയിൽ നമുക്കൊന്ന് പോവാം. Who's going to read? ആരുടെ വായിക്കാൻ? ഞാൻ ചെയ്യാം മാം. Montessori education, 3 years span, upgraded. Children learn by handling objects and teaching themselves. Multi-sensory materials to develop. Materials used for specific purpose with the sequence of steps. ഇതാണ് 5 പോയിന്റ് ആദ്യത്തെ. നെക്സ്റ്റ് ട്രഡീഷണൽ. Traditional, all one age, graded. Teacher lectures, play material for non-specific skill. Material used in many ways without previous instructions. ഓക്കെ. സോ 5 പോയിന്റ്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടെന്ന് വിചാരിക്കണു. മോണ്ടിസോറി എഡ്യൂക്കേഷൻ കുറച്ച് പാരഗ്രാഫ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. സാധാരണയുള്ള എഡ്യൂക്കേഷണൽ തിയറീസ് അല്ലാതെ മോണ്ടിസോറി പല സയന്റിഫിക് അപ്രോച്ച് ആണ് അഡോപ്റ്റ് ചെയ്തത്. അത് അവര് കുട്ടികളെ ഒബ്സർവ് ചെയ്ത് പല കാര്യങ്ങളും എക്സ്പെരിമെന്റ് ചെയ്ത് അങ്ങനെയാണ് ഇവരെ മെത്തേഡ് അഡോപ്റ്റ് ചെയ്തത്. പിന്നെ വട്ടെവർ അവര് വൺസ് ഇനീഷ്യലൈസ് ചെയ്ത സമയത്തൊരു മെത്തേഡാണ് ആയിരിക്കാം. ബട്ട് കുട്ടികളുടെ ചേഞ്ചസിനനുസരിച്ച് അവർ ആ മെത്തേഡ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ പലപ്പോഴും കുട്ടികളുമായിട്ട് ഡീൽ ചെയ്തപ്പോ ആക്സിഡന്റലിയും അൺഎക്സ്പെക്ടഡ്ലിയും എല്ലാം പല ഇൻസിഡൻസ് നടക്കും. അങ്ങനെ അതിനെ റിലേറ്റ് ചെയ്ത് പലതും അവര് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ ഒരു ഹോൾ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും ഒക്കെയാണ് അവരുടെ ഇന്റലക്ച്വൽ ആക്ടിവിറ്റീസിലൂടെ ചെയ്യുന്നു എന്നുള്ളത്. നമുക്കറിയാം, നമ്മൾക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണാം അവരുടെ അമ്മ ഇങ്ങനെ അവരുടെ അമ്മ അല്ലെങ്കിൽ കെയർ ഗീവർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോൾ കുട്ടി ഉറങ്ങുന്ന ടൈം, കുട്ടി ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കാൻ എത്ര ക്വാണ്ടിറ്റി ഭക്ഷണം കഴിക്കുന്നു, ഏതിനോടാണ് കൂടുതൽ താല്പര്യം കാണുക, ഇതൊക്കെ നമുക്കറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പല കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യും അല്ലെ. അവർ ഉറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. പിന്നെ അവർക്ക് ഏത് ഡ്രസ്സാണ് കൂടുതൽ കംഫർട്ടബിൾ, അങ്ങനെ കുട്ടിയുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പലതും ആ സമയത്ത് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ആക്ടിവിറ്റീസിൽ മാറ്റം വരുത്തും. അങ്ങനെ കുഞ്ഞൊന്ന് വലുതാവുന്നവരെ ഏതാണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു മോണ്ടിസോറി മെത്തേഡ്. അപ്പൊ 10 കുട്ടികൾ വരുന്നു. മോണ്ടിസോറി എൻവയോൺമെന്റ് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് ഈ വരുന്ന 10 കുട്ടികളില് 10 ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, 10 ഫീച്ചേഴ്സ് ആയിരിക്കും, യുണീക് സ്വഭാവങ്ങളായിരിക്കും, ബിഹേവിയർ ആയിരിക്കും അവർക്ക്. അതിനനുസരിച്ച് ഓൾറെഡി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് വീണ്ടും അവരുടെ കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് മോഡിഫൈ ചെയ്യുന്നു. അതാണ് ശരിക്കും മോണ്ടിസോറി മെത്തേഡ്. അല്ലാതെ ഉള്ള ഇതനുസരിച്ച് കുട്ടിയെ കൊണ്ടുപോവുക എന്നുള്ളതല്ല, കുട്ടികൾക്കനുസരിച്ച് എൻവയോൺമെന്റ് ചേഞ്ചസ് വരും. 3 years സ്പാൻ ആണെന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 3 years സ്പാൻ ആണ്, 3 വർഷത്തെ സ്പാൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 to 6 years ആ ഒരു ഏജ് സ്പാൻ ആണ്. 3 വയസ്സ് 4 വയസ്സ്, 3 to 4, 4 to 5, 5 to 6, അതാണ് 3 years സ്പാൻ എന്ന് പറയുന്നത്. ആ ഒരു ഏജ് സ്പാനിലുള്ള 3 തുടങ്ങി 6 years ഉള്ള കുട്ടികളാണ്. ചിലയിടത്ത് 2.5 വയസ്സ്, ചില മോണ്ടിസോറിയുടെ കൂടെ തന്നെ ഡേ കെയർ എന്നുള്ളൊരു രീതിയിൽ 2.5 years കുട്ടികളുണ്ട്. പക്ഷെ അവർ ഈ ആക്ടിവിറ്റീസിലേക്ക് അധികം അവര് ഇൻവോൾവ് ആവില്ല. അവർ ആ ഒരു ഏജ് ആകുമ്പോൾ 3 years ഒക്കെ ആകുമ്പോഴാണ് അവർ ഇൻവോൾവ് ആകുന്നത്. അപ്പൊ നോർമലി ഇറ്റ് ഇസ് 3 years ഓഫ് സ്പാൻ. ഇനി അതിന് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് ട്രഡീഷണലിൽ എന്താ പറയുന്നത് നോക്കാം.
ഓൾ വൺ ഏജ് അല്ലെ. ഇതെന്ന് പറഞ്ഞ മോണ്ടിസോറി മെത്തേഡ് മിക്സഡ് ഏജ് ഗ്രൂപ്പാണ്. 3 to 6 years പറയുമ്പോൾ അവിടെ 3 years ഉണ്ടാവും, 3.5 വയസ്സുണ്ടാവും, 4 വയസ്സുണ്ടാവും, 4, 4.5, 4.15, 5, 5.5, 6 വയസ്സ് അങ്ങനെ ഉണ്ടാവും. ബട്ട് ട്രഡീഷണൽ LKG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളുകൾ പറയും ചിലപ്പോൾ 4 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 4.5 വയസ്സ് ആ ഏജിലുള്ള കുട്ടികൾ. UKG ആവുമ്പോ എല്ലാവരും ഒരു ഏജ്, ചിലപ്പോൾ മാസങ്ങളുടെ വ്യത്യാസമായിരിക്കുള്ളൂ, എന്നാലും അങ്ങനെ തന്നെ പോകും. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ അങ്ങനെ ഒരേ ഏജിലുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ട്രഡീഷണൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് മോണ്ടിസോറിയില് ഗ്രേഡഡ് ആണ്, അൺഗ്രേഡഡ് ആണ്. മോണ്ടിസോറിയിൽ അൺഗ്രേഡഡ്, റാങ്കിങ് സിസ്റ്റം ഇല്ല, ഗ്രേഡിങ് ഇല്ല. ബട്ട് ട്രഡീഷണൽ മെത്തേഡില് ഗ്രേഡഡ് ആണ്, ഗ്രേഡഡ് സിസ്റ്റം. ആ ഒരു രീതിയിൽ ട്രഡീഷണൽ മെത്തേഡിൽ പോകും. ആ ഒരു പോയിന്റ് ജസ്റ്റ് ഒരു ഓപ്പോസിറ്റ് മീനിങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ താഴേക്ക് സ്ക്രോൾ ചെയ്യാതിരുന്നത്. അൺഗ്രേഡഡ് ആണ് മോണ്ടിസോറി മെത്തേഡില്, ട്രഡീഷണലില് ഗ്രേഡഡ്. നെക്സ്റ്റ് മോണ്ടിസോറി മെത്തേഡിൽ ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിങ് ഒബ്ജെക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽസ്. കുട്ടികൾക്ക് കുറേ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ആ മെറ്റീരിയൽസ് കുട്ടികൾ തന്നെ ഉപയോഗിച്ച് അതിലൂടെയാണ് അവർ ലേൺ ചെയ്യുന്നത്. പലതും അവർ തന്നെത്താൻ ഒരു ഓട്ടോ എഡ്യൂക്കേഷൻ പോലെ തന്നെ അവർ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകും. ഇനി ട്രഡീഷണൽ മെത്തേഡിലോ ടീച്ചർ ലെക്ചേഴ്സ്. ടീച്ചറാണ് അവിടെ മെയിൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ ടീച്ചറാണ് അവിടുത്തെ ലെക്ചേഴ്സ് കൊടുക്കും. ടീച്ചർ എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. ടീച്ചർ പഠിപ്പിക്കുന്നു, ടീച്ചർ ബോർഡിൽ എഴുതുന്നു, കുട്ടികൾ ശ്രദ്ധിക്കുന്നു, ടീച്ചർ പറയുന്നു, കുട്ടികൾ കേൾക്കുന്നു, എഴുതാൻ പറയുന്നു, എഴുതുന്നു, വരയ്ക്കാൻ പറയുന്നു, വരയ്ക്കുന്നു. അതെല്ലാം ടീച്ചർ ലെക്ചേഴ്സ്. അതാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. മോണ്ടിസോറി മെത്തേഡില് യൂസ് ചെയ്യുന്നത് സെൻസറി ആക്ഷൻസ് വെച്ചിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കൂടുതലും. അതായത് അവരുടെ 5 സെൻസസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും. കാണുന്നത്, കേൾക്കുന്നത്, ടച്ച് ചെയ്യുന്നത്, ടേസ്റ്റ് ചെയ്യുന്നത്, മണക്കുന്നത്, അങ്ങനെ ആ 5 സെൻസും യൂസ് ചെയ്യുന്ന രീതിയിലുള്ള മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി മെത്തേഡിൽ വരുന്നത്. ട്രഡീഷണല് പ്ലേ മെറ്റീരിയൽസ് ഫോർ നോൺ സ്പെസിഫിക് സ്കിൽസ്. പലപ്പോഴും കുറെ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, ബട്ട് അത് എന്തിനാണെന്നുള്ളത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിലോ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ചിലത് സൈസസ് മനസ്സിലാക്കാനായിരിക്കും, ചിലത് ലെങ്ത് മനസ്സിലാക്കാനായിരിക്കും, ചിലത് ഷേപ്പ് മനസ്സിലാക്കാനായിരിക്കും, ചിലത് കളറ് മനസ്സിലാക്കാനായിരിക്കും. അങ്ങനെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. കൗണ്ടിങ് പഠിക്കാനായിരിക്കും, ആൽഫബറ്റ്സ് പഠിക്കാനായിരിക്കും, ലാംഗ്വേജ് പഠിക്കാനായിരിക്കും. അങ്ങനെ അങ്ങനെ ഓരോന്നിനും ഓരോ സ്പെസിഫിക് കാര്യങ്ങളുണ്ട്. പക്ഷെ ട്രഡീഷണൽ സ്കൂളുകളിൽ കുറെ ഇങ്ങനെ ഷെൽഫിലേക്കും അതിനുള്ള നോൺ സ്പെസിഫിക് ആയിട്ടുള്ള പലതിനും ഉള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. നെക്സ്റ്റ്, മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക്, യെസ് അത് ഓൾറെഡി ഞാനിപ്പോ പറഞ്ഞു. സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. അതിന്റെ സ്റ്റെപ്സും അതും മെയിൻ ആയിട്ടുള്ളതാണ്. അതിന്റെ സ്റ്റെപ്സ് കാണിക്കുന്നത്. ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലില് സിലിണ്ടേഴ്സ് ഉണ്ട്. സിലിണ്ടർ തന്നെ 2 രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക്. ഒന്ന് നോബ്ഡ് സിലിണ്ടറും ഒന്ന് നോബ്ലെസ് സിലിണ്ടറും. ഞാനിപ്പോ നോബ്ഡ് സിലിണ്ടർ നിങ്ങളെ കാണിച്ചു തരാം. അത് 4 ടൈപ്പ് ഉണ്ട്. സിലിണ്ടറിന് ഉള്ള 2 ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹൈറ്റും വിഡ്ത്തും ആണ്. വിഡ്ത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ആ ഒരു ബേസിന്റെ ഡയമീറ്റർ. സർക്കുലർ ഷേപ്പിലാണല്ലോ, അതിന്റെ ഡയമീറ്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, നമുക്ക് മോണ്ടിസോറി മെറ്റീരിയലിലുള്ളതാണ് നോബ്ഡ് സിലിണ്ടർ. ഇതുപോലെ നമ്മുടെ ഭരണിയുടെ അടപ്പിലുള്ള പോലെ ഒരു നോബ് ഉള്ള സിലിണ്ടർ. കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിടിക്കുമ്പോൾ അവരുടെ ഫിംഗേഴ്സ്
അതില് നല്ലപോലെ അവർക്ക് പിടിച്ചിങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമ്മളുടെ ചെറിയ മസിൽസ് ആണ് ഇവരുടെ ഫിംഗേഴ്സിലുള്ളത്. ഇത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അവർക്ക് ഇമ്പ്രൂവ് ആകും. അതുപോലെ നോബ് ഉണ്ട് അതിന്. ഓക്കെ, ഇവിടെയുള്ള 5 സിലിണ്ടേഴ്സ് ഉണ്ട്. 5 സിലിണ്ടറിനെ ഞാനിപ്പോ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിച്ചു തരാം. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നിലത്ത് വെക്കരുത്. ഒന്നില്ലെങ്കിൽ ടേബിളിന്റെ മുകളിൽ, അല്ലെങ്കിൽ മാറ്റ് ഉണ്ടാവും, നല്ല ക്ലീൻ ആയിട്ടുള്ള മാറ്റ് ഉണ്ടാവും. മാറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് വെക്കേണ്ടത്. അപ്പൊ നിങ്ങൾ കാണാനുള്ള എളുപ്പത്തിൽ ഞാൻ ഇതിന്റെ മുകളിൽ തന്നെ ഇത് സിലിണ്ടർ ഇരിക്കുന്ന ഗ്രൂവ് കണ്ടോ, 5 എണ്ണത്തിനും ഡെപ്ത് കണ്ടോ ഡിഫറെന്റ്. ഇത് കുറച്ചേ ഉള്ളൂ, ഇത് കുറച്ചുകൂടെ ഉണ്ട്, ഇത് കുറച്ചുകൂടെ അകത്തേക്ക് പോകും, കുറച്ചുകൂടെ ഉണ്ട്. ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ടീച്ചർ. കാണാൻ പറ്റുന്നില്ലേ? ഇല്ല, പ്രജിതയ്ക്ക് മാത്രമാണ്. പറ്റുന്നുണ്ട് മാം. പറ്റുന്നുണ്ട്. ഓക്കെ, കാണുന്നുണ്ട്. ഇപ്പൊ മാമിനെ കാണണ്ടേ? കാണുന്നില്ല. ഇപ്പൊ മാമിനെ കാണുന്നുണ്ടേ. ഈ എന്റെ കയ്യിലിരിക്കുന്ന സാധനം കാണാമോ? ഇപ്പൊ പോയി, ഇപ്പൊ ഒന്നും കാണില്ല. ഇപ്പൊ കണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ഇതിന്റെ ഗ്രൂവ് നോക്ക്, ഡെപ്ത് ഡിഫറെന്റ് ആണ്. സോ നോക്കിക്കോളൂ കേട്ടോ. പിന്നെയും പോയി. അവിടെ റേഞ്ച് ഇല്ലാത്തതിന്റെ പ്രശ്നം. റേഞ്ച് നല്ലപോലെ റേഞ്ച് ഉള്ള ഏതെങ്കിലും ഒരു ഏരിയ കണ്ടുപിടിച്ച് അവിടെ ക്ലാസ്സിന് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിങ്ങൾ എന്താ ഡിഫറൻസ് കാണുന്നേ ഈ സിലിണ്ടറിന്? വീതി കൂടുതലാണ്. അത് ഹൈറ്റ് കൂടിയപ്പോ വിട്ടിന് എന്ത് സംഭവിച്ചു? കുറഞ്ഞു അല്ലെ? ഹൈറ്റ് കൂടിയപ്പോ വിട്ട് കുറഞ്ഞു. വിട്ട് ഏറ്റവും കൂടുതലുള്ളതിന് ഹൈറ്റ് കുറവാണ്. അപ്പൊ ഇത് വയ്ക്കുന്ന എന്താ പറയാ, ആ ഒരു ഗ്രൂവിന്റെ ഡെപ്തും അതിനനുസരിച്ച് മാറിയിരിക്കും അല്ലെ? അപ്പൊ കുട്ടികള് ഇതിങ്ങനെ മാറ്റിയിട്ട് ഗ്രൂവിലേക്ക് വയ്ക്കുന്നതായിരിക്കും അവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. സപ്പോസ് ഒരു കുട്ടി ചെയ്യുന്നതായിട്ട് ഞാനൊന്ന് കാണിക്കുകയാണ്. ഇതെടുത്തു, ഈ ഗ്രൂവിലേക്ക് വെച്ചു, അടുത്തത് ഇവിടെ വെച്ചു, അടുത്തത് ഇവിടെ വെച്ചു. ഇത് ഇതിനകത്തേക്ക് പോകുന്നില്ല. അപ്പൊ അവന് മനസ്സിലായി ഞാൻ ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ടെന്ന്. വീണ്ടും അതെല്ലാം മാറ്റിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് അവർ അവരുടെ എറർ കണ്ടുപിടിച്ച് അവരത് കറക്റ്റ് ചെയ്യുന്നത്. നമ്മളായിട്ട് നീ ചെയ്തത് തെറ്റാണെന്ന് ഒന്നും നമ്മൾ പറയില്ല. ആരോ ഇപ്പം എഴുതി ടീച്ചിങ് പ്രാക്ടീസിന് പോയെടുത്ത് ഈ മെറ്റീരിയൽസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. സഹീദ് എന്ന് പറയുമ്പോ ആരായിരുന്നു? പേരെന്തായിരുന്നു? റിഷാന. ഓക്കെ, റിഷാന ട്രെയിനിങ് സ്കൂളിൽ ക്യാമ്പാണ്. പല്ല് ഡോക്ടർ വന്നിട്ടുണ്ട്. ഇപ്പൊ അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് ഇരിക്കുവാണോ? പല്ല് ഡോക്ടർ എന്തോ ട്രെയിനിങ്ങിന് സ്പെഷ്യൽ ചൈൽഡിന്റെ ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ് റിമെമ്പർ. ഓക്കെ, അപ്പൊ അവിടെ ഡെന്റിസ്റ്റ് വന്നിട്ടുണ്ട്. ഡെന്റലിന്റെ ക്യാമ്പ് കിടക്കാണ്. ഡെന്റൽ ഹൈജീൻ ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമായിരിക്കും അല്ലെ? ഓക്കെ, ഈ ഒരു നോബ്ഡ് സിലിണ്ടർ എന്നൊരു മെറ്റീരിയൽ മോണ്ടിസോറി മെറ്റീരിയൽസിലുണ്ട്. ഇത് ശരിക്കും 10 എണ്ണത്തിന്റെ പ്രജിത ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? 10 എണ്ണത്തിന്റെ സിലിണ്ടർ ശരിക്കും ഉണ്ട്. ഇത് 5 എണ്ണത്തിന്റെ സെറ്റ് 10 ഉള്ളതുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് 4 ടൈപ്പ് സിലിണ്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ മോഡ്യൂൾ 3 വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ ജസ്റ്റ് ആ മോണ്ടിസോറി മെറ്റീരിയലും ഒരു കുട്ടി അതെങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മളൊന്ന് കാണിച്ചതാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് 5 പോയിന്റ്സ് പറഞ്ഞു അല്ലെ? മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ട്രഡീഷണൽ മെത്തേഡ്സിൽ അങ്ങനെ കുറെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി കൂട്ടുമായിരിക്കും, but it doesn't for any specific purposes. Okay, fine. So, അടുത്ത 5 points. This വായിക്കട്ടെ? Yes. Self-education through self-correcting materials. മോണ്ടിസോറി എഡ്യൂക്കേഷൻ ആണ് വായിക്കുന്നത്.
Next, child-centered learning. 8. Child chooses materials. Child sets on pace. Child free to discover on own. Next, traditional method 5. 6. Use of reward and punishment as motivation. 7th, teacher centered. 8th, teacher sets curriculum. 9th, teacher sets pace. 10th, teacher guides child. Madhya miss? Yeah, yes. Okay. മോണ്ടിസോറി മെത്തേഡിൽ 6 പോയിന്റ് ആയിട്ട് പറയുന്നത് സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. ഇപ്പൊ നമ്മൾ ആ സിലിണ്ടർ എടുത്തിട്ട് ഒരു കുട്ടി ചെയ്യുവാണെങ്കിൽ അവൻ തന്നെ അത് കറക്റ്റ് ചെയ്യുന്ന രീതി പറഞ്ഞല്ലോ. നമ്മളുടെ കുട്ടികൾക്കൊക്കെ ഒരു ടോയ് ഉണ്ടായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ, ഒരു ടവർ പോലെ, പ്രസം പോലെ ഇങ്ങനെ ഇരിക്കും. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ പല കളറിലുള്ള റിങ്സ് ഇടുന്നത്, മുകളിലൊരു ഡോളിന്റെ മുഖമോ അത് നമ്മൾക്കറിയാം. ഏറ്റവും അടിയിൽ വരേണ്ടത് വലിയ റിങ് ആണെന്നറിയാം അല്ലെ, അതിന്റെ മുകളിൽ അതിന്റെ അടുത്ത സൈസ് അങ്ങനെ. പക്ഷെ കുട്ടി ചിലപ്പോ ഇടുമ്പോ ഏറ്റവും വലുത് അടിയിലിടാതെ ചെറുത് ഏതെങ്കിലും ഇടും. അപ്പൊ അത്രയും ഭാഗങ്ങൾ പൊങ്ങി നിൽക്കും വേക്കന്റ് ആയിട്ട്. അത് അങ്ങനെ ഇട്ടിട്ട് വരുമ്പോ അതിന് റിങ് ബാക്കി വരുമ്പോ കൊച്ചിന് മനസ്സിലാവും ഇങ്ങനെയല്ല ചെയ്യാൻ. പിന്നെ വീണ്ടും അതെല്ലാം ഊരിയെടുത്തു. സെയിം മെത്തേഡ്. ഓക്കെ. ചില ഡേ കെയറുകളില് പ്രീ സ്കൂളിലൊക്കെ ആ ഒരു ടോയ് ഉണ്ടെന്ന് നമ്മുടെ കൂടെയുള്ള ഒരു ബാച്ച് സ്കൂൾ നടത്തുന്ന 2 ടീച്ചർമാരുണ്ട്, അവർ പറയട്ടെ. അപ്പൊ അത് അവര് തന്നെ ഇങ്ങനെ ചെയ്യും. ഓക്കെ. അതുകൂടാതെ തന്നെ ബിൽഡിംഗ് ബ്ലോക്സ്, ഈവൻ ബിൽഡിംഗ് ബ്ലോക്സിനകത്ത് നമ്മളിത് സാധനം കുട്ടികൾക്കായിട്ട് നമ്മൾ വീട്ടിലും വാങ്ങാറുണ്ട്. പല കളർഫുൾ ആയിട്ടുള്ള ആ ഒരു ഷേപ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഇതില് ഒരു ബുക്ക്ലെറ്റ് പോലെ ഉണ്ടായിരിക്കും, ഓരോ ഷേപ്പ് ഉണ്ടാക്കാനുള്ള മെത്തേഡ് കാണിച്ചുകൊണ്ടുള്ള ബുക്ക്ലെറ്റ്. കുട്ടി അതൊന്നും ശ്രദ്ധിക്കില്ല, അവർ അവരുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി ചെയ്യും, തന്നെ ചെയ്തിട്ട് ദിസ് ഇസ് ഫ്ലവർന്നോ പൂ പോലെ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കാറിന്നോ വണ്ടിന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവർ അവരുടേതായ രീതിയിൽ ചെയ്ത് ഭയങ്കര ഹാപ്പി ആകും. അവർ ആ ബുക്ക്ലെറ്റിലെ ആ പെർഫെക്റ്റ് മോഡൽസ് ഒന്നും അവർ നോക്കില്ല. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ അഡൾട്ട്സ് വ്യൂ പോയിന്റ് ആൻഡ് കിഡ്സ് വ്യൂ പോയിന്റ്. അവരങ്ങ് ഡിസ്കവർ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ തന്നെയാണ് സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. അവർ തന്നെ ആ കൺട്രോൾ ഓഫ് എറർ അവർ തന്നെ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് ട്രഡീഷണല് വരുമ്പോൾ യൂസ് ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് ആസ് മോട്ടിവേഷൻ. കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഇമ്പോസിഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു പണിഷ്മെന്റ്, നല്ലത് ചെയ്യുമ്പോൾ അവിടെ ഒരു റിവാർഡ് ആ ഒരു രീതിയിൽ കൊടുക്കും. ഇവിടെ മോട്ടിവേഷൻ എന്നുള്ള ഇപ്പൊ പണിഷ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനത് റിപ്പീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് 10 പ്രാവശ്യം 20 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതിക്കുക, അങ്ങനത്തെ രീതികളൊക്കെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ വരുന്നത്. നെക്സ്റ്റ് ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. കുട്ടിയാണ് ഇവിടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, കേന്ദ്ര കഥാപാത്രം എന്ന് തന്നെ പറയാം. അപ്പൊ കുട്ടികളുടെ ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ് ഇവിടെ. മറ്റേ ട്രഡീഷണല് ടീച്ചർ സെന്റേർഡ് ആണ്. ഓക്കെ. ടീച്ചറാണ് പറയുന്നത്, ടീച്ചറാണ് ഓരോ ഡിസിഷൻസ് എടുക്കുന്നത്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് അവിടെ നടക്കുന്നത്. നെക്സ്റ്റ് ചൈൽഡ് ചൂസസ് മെറ്റീരിയൽ. കുട്ടിയാണ് ഇവിടെ ഏത് ആക്ടിവിറ്റി ചെയ്യണം എന്നുള്ള രീതിയിൽ മെറ്റീരിയൽസ് ചൂസ് ചെയ്യുന്നത്. ഇവിടെയോ ടീച്ചർ സെറ്റ്സ് കരിക്കുലം. ടീച്ചറാണ് പറയുന്നത് ഏത് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടീച്ചറാണ് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വൺ ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്. ഇപ്പൊ എടുത്ത സിലിണ്ടർ, ഓക്കെ, ആ മോണ്ടിസോറി മെറ്റീരിയൽ, അതൊരു കുട്ടി അത് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഒരു രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിച്ചു, 10:30 സെയിം ആക്ടിവിറ്റി തന്നെ അവൻ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഹി ഈസ് സെറ്റിംഗ് ദ ലിമിറ്റ്, എത്ര സമയം വരെ ചെയ്യുന്നു എന്നുള്ളത് ഹി ഈസ് സെറ്റിംഗ് ദ ലിമിറ്റ്. ഓക്കെ. ബട്ട് നമുക്ക് ട്രഡീഷണലോ അവിടെ പീരിയഡ്സ് ഉണ്ട്, 40 മിനിറ്റ്സ് പീരീഡ്. അല്ലെങ്കിൽ ടീച്ചർ ക്ലാസ്സിൽ ചെയ്യാനായിട്ടൊരു മാത്സിന്റെ ഒരു പ്രോബ്ലം കൊടുത്തെന്ന് ചോദിക്കാം. ചില കുട്ടികൾ പെട്ടെന്ന് ചെയ്ത ആൻസർ കിട്ടും, ചിലർക്ക് ഇങ്ങനെ പതുക്കെ, അവർക്ക് സമയം എടുക്കും. അപ്പൊ ടീച്ചർ എന്താ പറയാ, വേഗാവട്ടെ 5 മിനിറ്റ്സ് മോർന്നോ 2 മിനിറ്റ്സ് മോർന്നോ, ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്നോ അങ്ങനെയുള്ള രീതിയിൽ വേഗാവട്ടെ ഫിനിഷ് അല്ലെങ്കിൽ സ്റ്റോപ്പ് റൈറ്റിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീച്ചറാണ് അവിടെ ടൈം സെറ്റ് ചെയ്യുന്നത്, പേസ് സെറ്റ് ചെയ്യുന്നത് ടീച്ചറാണ്. ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ. കുട്ടികളുടെ പല പല കണ്ടുപിടുത്തങ്ങളാണ്,
അവര് അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്. അതേസമയം ട്രഡീഷണലില് ടീച്ചർ ഗൈഡ്സ് ചൈൽഡ്. ടീച്ചറാണ് ഇവിടെ ഓരോന്നും കുട്ടി ഓൺ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സ് പറയുന്നത് കേട്ടിട്ടാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലും ഫെസിലിറ്റേറ്റർ ഗൈഡ് ചെയ്യുന്നു ഇഫ് ഇറ്റ് ഇസ് നീഡഡ്, അവിടെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, നെക്സ്റ്റ് 5 points. Child complete cycle of activity and few interruptions. Traditionally, frequent interruption. Montessori self-correcting materials. Traditionally, teacher corrects errors. Montessori freedom to move and work within classroom. Traditionally, assigned seats and specific class period. Montessori individual learning. Traditionally, group learning. Montessori emphasis on concrete. Traditionally, emphasis on abstract. Okay, fine. Montessori മെത്തേഡില് ചൈൽഡ് കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. പറഞ്ഞല്ലോ, കുട്ടി ആ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുന്നു, ചെറിയ രീതിയിലുള്ള ഇന്ററപ്ഷൻസേ വരുള്ളൂ. സംടൈംസ് ചില സമയത്ത് കുട്ടി ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഫെസിലിറ്റേറ്റർ ഒന്ന് നോക്കും, മേ ബി ഹി നീഡ് സം ഗൈഡൻസ് അല്ലെങ്കിൽ സപ്പോർട്ട്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴായിരിക്കും ചെറിയ രീതിയിലുള്ള ഇന്ററപ്ഷൻസ്. അതേസമയം ട്രഡീഷണലിൽ വരുമ്പോ ഫ്രീക്വന്റ് ഇന്ററപ്ഷൻസ്. ട്രഡീഷണൽ പലപ്പോഴും ഇന്ററപ്ഷൻസ് കൂടുതലായിരിക്കും. ടീച്ചറിന്റെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസോ സജഷൻസോ ആ ഒരു രീതിയിലുള്ള ഫ്രീക്വന്റ് ഇന്ററപ്ഷൻസ് വരും. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് നമ്മൾ ഓൾറെഡി കണ്ടു. ഒരു സിലിണ്ടർ, അതിൽ സെൽഫ് കറക്റ്റിംഗ് ആയിട്ട് അത് തന്നെത്താൻ അവര് തന്നെ കറക്റ്റ് ചെയ്യുന്നു, ആ രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ്. ട്രഡീഷണലില് ടീച്ചർ കറക്ട്സ് എറേഴ്സ്. ടീച്ചറാണ് അവിടെ എറേഴ്സ് കറക്റ്റ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം തെറ്റി, അപ്പൊ തന്നെ അവിടെ അത് ക്രോസ് മാർക്ക് ഇട്ടു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ടീച്ചർ ആയിരിക്കും അവിടെ കറക്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ക്ലാസ് റൂം. ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലെ ക്ലാസ് റൂമിൽ കുട്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക്, എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അത് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അതേസമയം ട്രഡീഷണലില് ഒരു അസൈൻ സീറ്റ്സ് ആൻഡ് സ്പെസിഫിക് ക്ലാസ് പീരീഡ്, അല്ലെ? ഒരു സീറ്റ് ഉണ്ടെങ്കിൽ ആ സീറ്റ് തന്നെ ഇരിക്കണം ആ ഒരു പീരീഡ്. പിന്നെ 40 minutes 35 minutes ആണെങ്കിൽ അവിടെ നിന്ന് അനങ്ങാൻ പറ്റില്ല. ടീച്ചർ എന്തെങ്കിലും പറയുമ്പോൾ മാത്രമേ എണീക്കാനോ പുറത്തേക്ക് പോകാനോ ഒക്കെ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ അവിടെ ട്രഡീഷണലിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ലേണിംഗ്. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരും ഓരോന്നായിരിക്കും, ഓരോ ആക്ടിവിറ്റി ആയിരിക്കും ചെയ്യുന്നത്. സോ അവിടെ ഇൻഡിവിജ്വലി ആണ് അവര് ലേൺ ചെയ്യുന്നത് കൂടുതൽ സമയം. ഗ്രൂപ്പ് ആക്ടിവിറ്റീസും ഉണ്ട്, ബട്ട് കൂടുതലും ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. അതേസമയം ട്രഡീഷണലില് ആ ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും മാത്സ് ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ എല്ലാവരും മാത്സ് ആയിരിക്കും പഠിക്കുന്നത്. ഗ്രൂപ്പ് ലേണിംഗ്. മോണ്ടിസോറി മെത്തേഡിൽ പല ഏരിയകളുണ്ട്. ലാംഗ്വേജ് ഏരിയ ഉണ്ട്, ബയോളജി, ബോട്ടണി, അങ്ങനെ പല പല ഏരിയ ഉണ്ട്. കൾച്ചറൽ ഏരിയ, അരിത്തമെറ്റിക്, അങ്ങനെ കുറെ ഏരിയകളുണ്ട്. പ്രാക്ടിക്കൽ ഏരിയ. അപ്പൊ എവിടെയാണോ പോകാൻ ഇൻട്രസ്റ്റ് കുട്ടിക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ആ ഒരു ഗ്രൂപ്പിനെ, ആ ഒരു ഹോൾ ക്ലാസ് ഒരേ കാര്യമായിരിക്കും പഠിക്കുന്നത്. നെക്സ്റ്റ്, എംഫസൈസ് ഓൺ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈക്ക് എന്താ പറയാ, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കും. ലൈക്ക് ചൂട്, നമ്മൾ നമ്മളുടെ സെൻസസ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അങ്ങനെയുള്ള കോൺക്രീറ്റ് കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ അവിടെയാണെങ്കിൽ കുറെ കൂടെ ഇമാജിനേഷൻ, അസംഷൻസ്, അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും എംഫസൈസ് കൊടുക്കുന്നത്. കാരണം എന്താ പറയാ, ഇപ്പൊ ഒരു മാത്സ് ഒക്കെ ചെയ്യിക്കുമ്പോ ഏറ്റവും വലിയ നമ്പർ ഇതായിരിക്കും, ഇതിൽ നിന്ന് എത്ര സബ്ട്രാക്ട് ചെയ്യണം, അങ്ങനെ അസ്യൂം ചെയ്ത് കുറെ കാര്യങ്ങളായിരിക്കും ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ എംഫസൈസ് ചെയ്യും.
നെക്സ്റ്റ് 5 പോയിന്റ്സ്. ഞാൻ വായിക്കാം മാം. മോണ്ടിസോറി എഡ്യൂക്കേഷൻ 16th point, reality oriented. 17th, specific place for material, sense of order. 18th, recognition of sensitive period. 19th, emphasis on more cognitive learning. 20, quite by choice and out of regard for others. Traditional 16th, much role playing and fantasy. 17th, ransom placement, not necessary to specific place. 18th, all children treated alike. 19th, emphasis on social development. 20, quite enforced. റിയാലിറ്റി ഓറിയന്റഡ്, കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെയും ദാറ്റ് ഇസ് റിയാലിറ്റി ആണ്. സോ റിയാലിറ്റിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് മോണ്ടിസോറി മെത്തേഡിൽ കൂടുതലും. റിയാലിറ്റി, ഫാന്റസി എന്നുള്ളത് ഇല്ല, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതായിരിക്കും കാര്യങ്ങൾ. പിന്നെ ട്രഡീഷണലിൽ വരുമ്പോൾ കൂടുതലും റോൾ പ്ലേയിങ് ആൻഡ് ഫാന്റസി, അവിടെ ഇമാജിനേഷൻ, അസംഷൻസ്, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, അങ്ങനെ വരണം, ആ ഒരു രീതിയിലുള്ള ഫാന്റസി ആയിട്ടുള്ള കാര്യങ്ങൾ, അസംഷൻസും കൺക്ലൂഷൻസും, അങ്ങനെ റിയാലിറ്റിന്ന് കുറച്ച് മാറിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ വരുന്നത്. നെക്സ്റ്റ് മോണ്ടിസോറി മെത്തേഡില് സ്പെസിഫിക് പ്ലേസസ് ഫോർ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ സെൻസ് ഓഫ് ഓർഡർ. ഇവിടെ ഓരോ മെറ്റീരിയൽസ് വെക്കുന്നതിനും ഓരോ പ്ലേസസ് ഉണ്ട്. അതായത് ഇതിനെ മോണ്ടിസോറി ക്ലാസ് റൂമിനെ പല ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ നമ്മുടെ വീട്ടില് കിച്ചൺ പോലെയുള്ള വാട്ടർ ഏരിയ, അങ്ങനെ കിച്ചൺ പോലുള്ള ഒരു ഏരിയ ആയിരുന്നു ഈ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അതായത് കുട്ടികൾ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുക, കണ്ടെയ്നേഴ്സിലേക്ക് പൾസസ്, പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ളത് ഫില്ല് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ ചെറിയ രീതിയിൽ കുക്കീസ് ഉണ്ടാക്കുക, ഓവനൊക്കെ ഉണ്ടാവും അവിടെ, കുക്കീസ് ഉണ്ടാക്കുക, ലെമണൈഡ് ഉണ്ടാക്കുക, അങ്ങനെ ജ്യൂസസ് അങ്ങനെയുള്ളതൊക്കെ മിക്സ് ചെയ്ത് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്നത്. ഓരോന്നിനും ഓരോ സ്പെസിഫിക് പ്ലേസസ്, ഓരോ ഓർഡറും ഉണ്ടായിരിക്കും. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയ ഉണ്ട്, പിന്നെ മ്യൂസിക് കോർണർ ഉണ്ട്, പിന്നെ ഗാർഡൻ ഉണ്ടാകും, പിന്നെ പെറ്റ്സിന്റെ സ്ഥലം ഉണ്ടായിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ മോണ്ടിസോറി മെത്തേഡിലുണ്ട്. റാൻസം പ്ലേസ്മെന്റ്, പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെ ശരിയായ രീതിയിലുള്ള പ്ലേസ് ചെയ്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഒരു സ്പെസിഫിക് പ്ലേസില് ക്ലാസ് റൂമിലൊന്നും ഒരു സ്പെസിഫിക് പ്ലേസും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പോഴൊക്കെയാണ് മിക്ക സ്കൂളുകളിലും ഒരു ഷെൽഫ് എങ്കിലും കാണുമായിരിക്കും ഒരു ക്ലാസ് റൂമില്, കുട്ടികളുടെ പല എന്താ പറയുക കോംപ്രിഹെൻഷന്റെ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ സൂക്ഷിച്ചു വെക്കും. അങ്ങനെയുള്ള കുറച്ച് അങ്ങനെ ചില സ്കൂളുകളിൽ കാണുന്നുണ്ട്. നെക്സ്റ്റ് മോണ്ടിസോറി മെത്തേഡില് റെക്കഗ്നീഷൻ ഓഫ് സെൻസിറ്റീവ് പീരീഡ്. നമ്മൾ പറഞ്ഞിരുന്നു കുട്ടികളുടെ ഡെവലപ്മെന്റ്, അതായത് ഒരു ആഫ്റ്റർ 3 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡുമാണ്. ഒരു പല കാര്യങ്ങളും അത് വളരെ സെൻസിറ്റീവ് ആയിട്ടായിരിക്കും പല കാര്യങ്ങളെയും അവർ ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്ത് കിട്ടിയാലും അതങ്ങോട്ട് അബ്സോർബ് ചെയ്യും. അങ്ങനെയുള്ള മൈൻഡ് അബ്സോർബൻ മൈൻഡ് ആയിരിക്കും. അപ്പൊ അത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇവർക്ക് വേണ്ടുന്ന പല ആക്ടിവിറ്റീസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അവിടെ ആദ്യ സെൻസിറ്റീവ് പീരീഡിന്റെ ഒരു റെക്കഗ്നൈസ്, എല്ലാത്തിനോടും ഒരു സെൻസിറ്റീവ് ആണെന്ന് പറയില്ലേ, മീൻസ് അവരുടെ ആ ലേണിംഗ് ആ ഒരു സെൻസിറ്റീവ് പീരീഡിൽ ശരിയായ രീതിയിൽ നടക്കും. അതേസമയം മോണ്ടിസോറി ട്രഡീഷണൽ മെത്തേഡിൽ ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് എലൈക്ക്. ക്ലാസ്സിൽ ഒരു 30 കുട്ടികളുണ്ടെങ്കിലും 30 കുട്ടികൾക്കും ഒരുപോലെയല്ലേ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. ഇൻഡിവിജ്വലി അറ്റൻഷൻ കിട്ടുന്നത് തന്നെ വളരെ റയറാണ്. ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് എലൈക്ക്. ഒരു പ്രോബ്ലം മാത്സിന്റെ ചെയ്യിക്കുവാണ് ബോർഡില്. സോ ടു ഓൾ എന്നുള്ള രീതിയിൽ അത് കുറെ പേര് മനസ്സിലാക്കും, കുറച്ചു പേർക്ക് മനസ്സിലാവില്ല. അതേസമയം മോണ്ടിസോറി മെത്തേഡിൽ ഓരോരുത്തരുടെയും ഒരു സെൻസിറ്റീവ് പീരീഡ് മനസ്സിലാക്കിയാണ് അത് റെക്കഗ്നൈസ് ചെയ്താണ് ആക്ടിവിറ്റീസ് അവർക്ക് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ എടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. കുട്ടികൾ തന്നെ പോയി ചൂസ് ചെയ്യുമ്പോഴും ആ രീതി തന്നെയാണ്.
നെക്സ്റ്റ് എംഫസൈസ് ഓൺ മോർ കോഗ്നിറ്റീവ് ലേണിംഗ്. ഇവരുടെ ഇന്റലക്ച്വൽ ബുദ്ധി വികാസത്തിന് അതിന്റെ ലേണിംഗ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ കോഗ്നിറ്റീവ് ലേണിംഗ് അത് ബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം മാക്സിമൈസ് ചെയ്യാം, ആ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് ആ കുട്ടിയുടെ ബ്രെയിനിനെ എത്രത്തോളം യൂസ് ചെയ്യാം, ആ ഒരു രീതിയിൽ. ഓരോ കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഓരോ രീതിയിലായിരിക്കും. ആ കുട്ടികളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അതായത് ആ ബ്രെയിനിന്റെ പൊട്ടൻഷ്യൽ ആണല്ലോ, അതിനനുസരിച്ച് ലേണിംഗ് മെത്തേഡിൽ ഫോക്കസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത് എംഫസൈസ് ഓൺ മോർ കോഗ്നിറ്റീവ് ലേണിംഗിൽ യൂസ് ചെയ്യുന്നത്. അതേസമയം ട്രഡീഷണൽ മെത്തേഡിൽ അങ്ങനെ ഒരു കുട്ടിയുടെ ഇന്റലക്ച്വൽ ലെവൽ വെച്ചിട്ട് കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താണോ അത് മനസ്സിലാക്കി ആ രീതിയിൽ ഒരു പ്രോസസ് വളരെ റയർ ആണ്. അവിടെ സോഷ്യൽ ഡെവലപ്മെന്റ്, അവരെ പഠിപ്പിക്കുക, ഹയർ സ്റ്റഡീസിന് പോവുക, വേറൊരു ജോലിക്ക് നോക്കുക, അങ്ങനെ ഒരു ഏർണിംഗ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് ട്രഡീഷണൽ മെത്തേഡിൽ നടക്കുന്നത്. എല്ലാത്തിനും ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ട് ഇങ്ങനെ ആളുന്ന ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ക്വൈറ്റ് ബൈ ചോയ്സ് ആൻഡ് ഔട്ട് ഓഫ് റിഗാർഡ് ഫോർ അതേഴ്സ്. ഇത് ഓരോ കുട്ടിയുടെയും കാര്യങ്ങള് ത്രൂ ചോയ്സ് ആണ്. ഇതൊക്കെ നമ്മളൊരു കമ്പാരിസൺ അങ്ങനെയൊന്നും ഈ മോണ്ടിസോറി മെത്തേഡിലില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി, അവരവരുടെ ചോയ്സ് അത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റുള്ളവരെ വെച്ചിട്ടുള്ള. ഇവിടെ എൻഫോഴ്സ്ഡ് ആണ്, ഫോഴ്സ്ഫുള്ളി ആണ് പലതും. കമ്പൽ ചെയ്തിട്ടാണ് കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്, ട്രഡീഷണൽ മെത്തേഡിൽ ഓരോന്ന് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് 5 points. ലാസ്റ്റ് 5. ഞാൻ ചെയ്യാം മാം. എൻവയോൺമെന്റ് പ്രൊവൈഡ് ഡിസിപ്ലിൻ. ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ പ്രൊവൈഡ് ഡിസിപ്ലിൻ. 22nd Montessori മെത്തേഡിൽ motivated by self-development. Traditional method teacher motivated. Montessori method teacher is observer and director. Traditional method teacher is focal point and dominant influence. 24th Montessori method work for enjoy of working and sense of discovery. Traditional method work because they are told to. Montessori method encouraged to help one another. Traditional method seek help from teacher. Thank you. So environment provides discipline. Montessori method അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല ഡിസിപ്ലിൻ ആകണം, ഒബീഡിയന്റ് ആകണം എന്നുള്ള അവരെ നിർബന്ധിച്ചോ ഷൗട്ട് ചെയ്തോ പണിഷ്മെന്റ് കൊടുത്തോ ഒന്നുമല്ല. ഇവിടെ ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു എൻവയോൺമെന്റ് ആ രീതിയിലാണ് മോണ്ടിസോറി മെത്തേഡിൽ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ സ്പോണ്ടേനിയസ് ഡിസിപ്ലിൻ ആണ് അവിടെ വരുന്നത്, അങ്ങനെ ഉണ്ടാകുവാണ്. ഇവിടെ ടീച്ചറാണ് ഒന്നെങ്കിൽ വടി ഡെസ്കിലിട്ട് അടിച്ചിട്ട് എല്ലാവരും മിണ്ടാതിരിക്കുക, മിണ്ടുന്നവരുടെ പേര് എഴുതുക, അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ ടീച്ചർ പ്രൊവൈഡ്സ് ഡിസിപ്ലിൻ. മോണ്ടിസോറി മെത്തേഡില് കുട്ടികള് എൻജോയ് ചെയ്യുന്നതും മോട്ടിവേറ്റഡ് ആവുന്നതും ആ ഒരു സെൽഫ് ഇതായിട്ടാണ്, മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. അവരൊരു ഇപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ചെയ്യുവാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുവാണെങ്കിലും അതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. സോ ത്രൂ ദാറ്റ് ദേ ആർ ഗെറ്റ് മോട്ടിവേറ്റഡ്. ട്രഡീഷണല് ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഗുഡ് വെൽഡൺ എന്നൊക്കെ പറഞ്ഞ ടീച്ചറാണ് അവിടെ മോട്ടിവേറ്റ്. ടീച്ചറും മോട്ടിവേറ്റഡ് ആവും, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടീച്ചർ. ചിലരത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉള്ള രീതിയിലുള്ള ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ഡൺ ആ രീതിയിൽ. ടീച്ചർ ഈസ് ഒബ്സർവർ ആൻഡ് ഡയറക്ടർ. മോണ്ടിസോറി മെത്തേഡില് ഫെസിലിറ്റേറ്ററുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇന്റർവ്യൂ ചെയ്യുക. അതിന്റെ ഡയറക്ടറും അവർ തന്നെയായിരിക്കും, ഡയറക്ടർ ഓർ ഡയറക്ട്രസ്. ട്രഡീഷണലില് ടീച്ചറാണ് ഫോക്കൽ പോയിന്റ്, അവരാണ് മെയിൻ ആള്, ഡോമിനന്റ് ഇൻഫ്ലുവൻസ്. മറ്റേ കുട്ടികൾക്കാണ് റോള് കൂടുതലെങ്കിൽ ഇവിടെ ടീച്ചറാണ്
ടീച്ചറാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കുട്ടികളെ കൂടുതലായിരിക്കും. ട്രഡീഷണൽ മോണ്ടിസോറി കുട്ടികൾ ഓരോ കാര്യം വർക്ക് പ്ലേ ആണ്. അവർ ഓരോ മെറ്റീരിയൽസ് വെച്ച് അവർ പല ലേണിംഗ് ചെയ്യുന്നത് ത്രൂ പ്ലേ. അതാണ് സോ വർക്ക് ഫോർ ജോയ് ഓഫ്. അപ്പൊ അവർക്ക് ഇൻട്രസ്റ്റ് കൂടും കാര്യങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പുതിയ പുതിയ കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. സെൻസ് ഓഫ് ഡിസ്കവറി. പക്ഷെ ട്രഡീഷണൽ മെത്തേഡിൽ ടീച്ചർ പറയുന്ന വർക്ക് അതാണ് അവർ ചെയ്തത്. സോ ദേ ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ് വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു. അവർ പറയുന്ന വർക്ക് അവർ ചെയ്യുന്നു. ഹോംവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യുന്നു. ക്ലാസ്സിൽ വർക്ക് കൊടുക്കുമ്പോൾ ക്ലാസ്സിൽ ചെയ്യും. എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത അതാണ്. മ്യൂച്വൽ റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ സപ്പോർട്ട്. അപ്പൊ ആ രീതിയിൽ അവർ എൻകറേജ്ഡ് ആവുകയാണ്. ടു ഹെൽപ്പ് വൺ അനദർ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാവുന്ന രീതിയിൽ. ട്രഡീഷണലിൽ ദേ ആർ സീക്കിംഗ് സപ്പോർട്ട്, സീക്ക് ഹെൽപ്പ് ഫ്രം ടീച്ചർ. ടീച്ചറിൽ നിന്നും അവർ ഹെൽപ്പ് ചോദിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കണ്ടന്റ്. ബട്ട് വി ഹാവ് സം ക്ലാസ് റൂം ആക്ടിവിറ്റീസ്. ഇനി you can come forward and just imagine that you people are sitting face to face in your classroom. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഓഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത 2 പേര് കേട്ടോ. വീഡിയോ ഉണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, എന്തെങ്കിലും പ്രശ്നമില്ല. എന്നിട്ട് എ ബി എന്ന 2 പേരാണെങ്കിൽ എ ഷെയർ ചെയ്യണം ആള് പഠിച്ച സ്കൂളിന്റെ രീതികൾ. ഈ ക്ലാസ്സിൽ ചെയ്താണോ? ഇല്ല. എന്ന് പറയുന്ന കുട്ടി ഷെയർ ചെയ്യണം. എന്ന് പറയുന്ന ട്രെയിനി ഷെയർ ചെയ്യണം ആള് പഠിച്ച സ്കൂളിലെ രീതികൾ. കോളേജ് ഒന്നും വേണ്ട, സ്കൂള്. പിന്നെ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ വരുത്താമായിരുന്നു, അങ്ങനെ ചെയ്താൽ ആ സ്കൂള് നന്നാവുമായിരുന്നു എന്നുള്ളതും എ പറയണം. അത് കഴിയുമ്പോൾ ബിയുടെ ടേൺ. ബി പറയണം ബി പഠിച്ച സ്കൂള്. അപ്പൊ അവിടെയും എന്തെല്ലാം പുതിയ മെത്തേഡ്സ് കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതും ബി പറയണം. അങ്ങനെ റെഡി ആയിട്ട് ആരാളുള്ളത്? ആരുല്ലേ? ആരും അതിനെ റെഡി അല്ലേ? നമ്മളുടെ ട്രഡീഷണൽ മെത്തേഡ് എന്താണെന്നുള്ളത് നമ്മൾ പറയുക. നമ്മൾ പഠിച്ച സ്ഥലത്തൊന്നും മോണ്ടിസോറി മെത്തേഡ് ഒന്നും ആയിരുന്നില്ലല്ലോ. അപ്പം സ്കൂളില് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ബെസ്റ്റ് തന്നെയായിരുന്നു, അവിടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് പലതും പറയാനുണ്ടാവില്ലേ? സോ ഹു ഇസ് റെഡി ഫോർ ദാറ്റ്? ഞാൻ പറയാം മാം. യെസ് പ്ലീസ്. ഒരാളും കൂടെ വേണം, പാർട്ട്ണർ. പെയറായിട്ട് വേണമല്ലോ. ഇല്ലെങ്കിൽ ആരാ പറയാന്ന് പറഞ്ഞ ഒന്ന് പറഞ്ഞു. ഞാനാണ് മാം, ഫസീല. ഫസീല പറഞ്ഞോളൂ. ഫസീല, ഞാൻ പഠിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. 4 വരെയുള്ള LP സ്കൂൾ എന്ന് പറയില്ല നമ്മൾ, അങ്ങനത്തെ സ്കൂളായിരുന്നു. നല്ല സ്കൂളായിരുന്നു. നമുക്കിങ്ങനെ ഇന്റർവെൽ അല്ലാത്ത ടൈമിലാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്കിങ്ങനെ ഡ്രോയിങ്, അതേപോലെ മ്യൂസിക്, പിന്നെ കഥ ഉണ്ടല്ലോ, സ്റ്റോറി, നന്നായിട്ട് സ്റ്റോറി ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പിന്നെ കലോത്സവം അടുക്കണ സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇത് വരുന്നുണ്ടായിരുന്നു, നമ്മളെ സബ് ജില്ലയിലേക്ക് കൊണ്ടുപോകുമല്ലോ, അങ്ങനത്തെ ഇതിനുള്ള ഒരുക്കങ്ങളും അതേപോലെ നമുക്ക് ഫസ്റ്റ് മേടിക്കണം എന്നുള്ള രീതിയിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഒപ്പനക്ക് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ മാപ്പിളപ്പാട്ട്, സംഘഗാനം, പിന്നെ ദഫ് മുട്ട്, അറബന മുട്ട്, അങ്ങനത്തതൊക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതിന് കുറച്ച് ടീച്ചേഴ്സും സാറന്മാരും നമ്മളുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ക്ലാസ് ടൈമിലല്ലാതെ നമുക്ക് പിന്നെ ശനിയോ ഞായറോ ഒക്കെ അവരും കൂടെ സ്കൂൾക്ക് വന്നിട്ട് നമ്മളും ചെന്നിട്ടാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് പോവില്ല. പിന്നെ അതുപോലെ തന്നെ ഓരോ ലെസണ് കഴിയുമ്പോഴും നമുക്ക് ഇങ്ങനെ ആ ലെസണിൽ നമുക്ക് എത്രത്തോളം മനസ്സിലായി അതിന്റെ എക്സാം എടുക്കുമായിരുന്നു. അത് നമ്മളങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാത്ത രീതിയിലായിരുന്നു ക്ലാസ് എടുത്തു തരിക. അതായത് നമുക്ക് ഇങ്ങനെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മടുക്കൂലായിരുന്നു. പിക്ചേഴ്സ് ആയിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. സാധാരണ നമ്മളെ സ്കൂളില് വേണമെങ്കിൽ പഠിക്കട്ടെ എന്നുള്ള ഒരു മെത്തേഡിലല്ലേ പോവുക. പക്ഷെ ആ സ്കൂൾ എന്ന് പറഞ്ഞ ഒരു LP സ്കൂളിന്റെ ഒരു ഇതിലല്ലായിരുന്നു. കാരണം കുട്ടികളുടെ ബേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ആണല്ലോ.
അതിന് വേണ്ട എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് റൈംസ് ആണെങ്കിലും അത് ഓരോരുത്തരെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, പിന്നെ സ്റ്റോറി നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ ഫസ്റ്റ് ബേസ് ആണല്ലോ നമ്മളെ ഇതുവരെ എത്തിച്ചിട്ടുണ്ടാവുക. അത് നന്നായിട്ട് അവര് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് അവിടെ വേണ്ടിയിരുന്നതെന്ന് വെച്ചാല് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാല് റോഡിന്റെ സൈഡിലായിട്ടായിരുന്നു സ്കൂൾ വന്നീനെ, മെയിൻ റോഡിന്റെ സൈഡിലായിട്ട്. അപ്പൊ എനിക്ക് തോന്നി ചെറിയ മക്കളാവുകൊണ്ട് നമുക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവര് കേൾക്കില്ല. അവര് കണ്ണ് തെറ്റി അവര് പുറത്തേക്ക് പോകുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് മതിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്റർവെല് ടൈം വരുമ്പോ കുട്ടികൾ ഗേറ്റ് തുറന്നിട്ടാണെങ്കിലും ഓടി പോകുമായിരുന്നു. ബാക്കി ഉച്ചഭക്ഷണം ആയിക്കോട്ടെ അതൊക്കെ നല്ല രീതിയിൽ. പിന്നെ നമുക്ക് ഓഗസ്റ്റ് 15, പിന്നെ റിപ്പബ്ലിക് ഡേ, അതിനൊക്കെ വരുന്ന ടൈമിലൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസുകൾ തന്നിട്ട് അസംബ്ലി വെച്ചിട്ട് നമുക്ക് അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അതായത് ഓഗസ്റ്റ് 15-നുള്ളത്. പിന്നെ അന്ന് പായസമൊക്കെ വെച്ചിട്ട് കൊടുക്കുമായിരുന്നു, മുട്ടായി കൊടുക്കും. പിന്നെ നമുക്ക് ഓരോ പിന്നെ അബ്ദുൽ കലാമിന്റെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് നമുക്ക് എല്ലാവർക്കും മുട്ടായി ഒക്കെ തന്നിട്ട് പിന്നെ അബ്ദുൽ കലാമിന്റെ സ്റ്റോറി ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. അത് നമ്മളെ കൊണ്ട് എഴുതിക്കാനും പിന്നെ വരുമ്പോ ഞങ്ങൾ ഈ പറഞ്ഞത് എഴുതി വരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു മാം. ഇനി ഒരാൾക്കും കൂടെ ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം തരാം. എവിടെയാ സ്ഥലം ഫസീല? എന്റെ സ്ഥലം മണ്ണാർക്കാടാണ്. പക്ഷെ ഞാന് പിന്നെ മലപ്പുറത്താണ്, പെരിന്തൽമണ്ണയായിരുന്നു പിന്നെ പഠിച്ചതൊക്കെ. ഏത് സ്കൂളിന്റെ പേരെന്താ? സ്കൂള് AUP സ്കൂൾ എന്നാണ് പേര്. കറക്റ്റ് എനിക്ക് ആ ഒരു ഇതിൽ വെച്ചിട്ട്, പക്ഷെ കറക്റ്റ് സ്ഥലത്തിന്റെ പ്ലേസ് വെച്ചിട്ടല്ലായിരുന്നു. സ്കൂളിന് വേറൊരു പേരുണ്ടായിരുന്നു, അത് ഞാൻ മറന്നിട്ടുണ്ട്. ഓക്കെ, എനിവൺ എൽസ്? മാം, യെസ്. എനിക്കിപ്പോ ഫസീല നേരെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. പേരെന്താണ്? പേരെന്തായിരുന്നു? സബീന. സബീന. ഓക്കെ, വേറെന്തോ പ്രൊഫൈലിൽ കണ്ടേ, അത് ചോദിച്ചോട്ടോ. പറഞ്ഞു. മക്കളുടെ പേരാ. എനിക്കിപ്പോ ഫസീല പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആണ് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ് എന്ന് വെച്ചാൽ ഞാൻ LP തന്നെ ഹൈസ്കൂള് LP സ്കൂൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത്, ഞാൻ ഒരു പള്ളി സ്കൂളിലാണ് പഠിച്ചത്, മാനേജ്മെന്റ്. അപ്പൊ അവിടെ ഡിവൈഡ് ചെയ്താണ് നമ്മൾ 4th വരെ ഒരു സ്കൂള്, അത് കഴിയുമ്പോൾ നമ്മൾ TC വാങ്ങിച്ച അപ്പുറത്ത് തന്നെ വേറൊരു സ്കൂൾ ഉണ്ട്, അതിലോട്ട് നമ്മൾ മാറും. 4th എന്ന് പറയുമ്പോൾ ഹലോ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഞാനും അതുപോലെ ഒരു സ്കൂളില് 4th വരെ ഒരു സ്കൂളില് തൊട്ടിപ്പുറത്താണ് UPയും ഹൈസ്കൂളും. അപ്പൊ 4th PC വാങ്ങി അങ്ങോട്ട് പോകണം. ഓക്കെ, പോണം. അപ്പൊ എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മ്യൂസിക്കിന്റെ മ്യൂസിക് ടീച്ചർ ഉണ്ട്. ആ ടീച്ചർ എനിക്ക് ഇഷ്ടമാണ്. മലയാളം ക്ലാസ് ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബാക്കിയെന്ന് വെച്ചാൽ അവര് എല്ലാവരും ഒരേപോലെ കാണത്തില്ല. പേടിയാ സത്യം പറഞ്ഞ. ക്ലാസ്സിൽ നമുക്ക് ഓൾറെഡി ജൂണൊക്കെ ടൈമിൽ നല്ല മഴയാണല്ലോ, നമ്മളിപ്പോ പോയിരിക്കുന്നേ. പക്ഷെ മാം വന്നിട്ട് ടീച്ചർ വന്നിട്ട് ഇപ്പോഴൊരു വടിയുണ്ടാവേ. ടീച്ചർ വന്ന് എന്തെങ്കിലും രീതി കൊടുക്കും, നമ്മള് ലെറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ബോർഡിൽ എഴുതിയിട്ട് അങ്ങോട്ട് പോകും. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ സ്പീഡിൽ എഴുതണം. ചില കുട്ടികൾ മാത്രം എല്ലാവരുടെയും ക്യാച്ചിങ് പവർ ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പൊ ചില കുട്ടികൾ ക്യാച്ചപ്പ് ചെയ്യും. അപ്പൊ ഈ ഫ്രണ്ട് ബെഞ്ചിന് മാത്രം ടീച്ചർ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. എല്ലാവരും ഒരേപോലെ കാണില്ല. നമുക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. പിന്നെ വീട്ടില് നമ്മളെ അമ്മച്ചി പഠിപ്പിക്കുമ്പോ ഓൾറെഡി നമ്മൾ പഠിച്ചു പോകും. അല്ലാണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് ക്യാച്ചപ്പ് ആയിട്ടൊന്നും കിട്ടിയില്ല. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അമ്മച്ചിയാണ് എനിക്ക് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നേക്കുന്നേ. പക്ഷെ നമ്മളെപ്പോഴും ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരിക്കും. പക്ഷെ എന്റെ അനിയത്തി നേരെ തിരിച്ചാട്ടെ, അവൾക്ക് സ്കൂളിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. അവള് എപ്പോഴും ഫസ്റ്റ് ആണ്, എനിക്ക് എപ്പോഴും B ഗ്രേഡ് ആയിരിക്കും. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് ഒരു പറയാനുള്ളത്, ഈ ഒരു 4th സ്റ്റാൻഡേർഡ് വരെ ഒരു മോണ്ടിസോറി ഒരു സംഭവമാണെങ്കിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും. നമുക്ക് പേടി ഉണ്ടാവത്തില്ല. അവർക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ ലെറ്റേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും ഇല്ലേ, ഇപ്പൊ നമ്മൾ തന്നെ കുറെ എഴുതുന്നില്ലേ. അപ്പൊ ഇപ്പൊ എന്താ പറയാ, സെൻസ് അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ ഒരു ക്ലേ ഒക്കെ കൊണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യും. പിന്നെ പഠിത്തത്തിൽ കൂടാതെ തന്നെ പല പല കാര്യങ്ങൾ മോണ്ടിസോറിയിലൂടെ നമ്മൾ വരക്കാനും, അതുപോലെ ആക്ഷൻ സോങ്, അതൊന്നും ഞാൻ ഇരിക്കുന്ന ടൈമിലൊന്നും ആക്ഷൻ സോങ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഈ എന്താ പറയാ, ബ്ലാക്ക് ബോർഡും ഉണ്ട്. പിന്നെ എല്ലാത്തെന്ന് വെച്ചാൽ ടെസ്റ്റർ ഉണ്ട് കേട്ടോ, നമ്മള് അതിട്ട് എറിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ശരിക്കും സമീപ സിനിമയില്ലേ, സിനിമ കാണുമ്പോ ഞാൻ എപ്പോഴും
എടുത്താൽ ശരിക്കും നല്ലൊരു സ്റ്റോറിയാ സത്യം പറഞ്ഞ. നമ്മള് ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യല്ലേ, നല്ല ഇഷ്ടപ്പെടാത്തൊരു കാര്യം. സിനിമയിലെ അതുപോലത്തെ കുറെ കുഞ്ഞുങ്ങളുണ്ട്, അത്രയും ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എല്ലാ കുഞ്ഞുങ്ങളും ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് 4th സ്റ്റാൻഡേർഡ് വരെ വരുവാണെങ്കിൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസം, ഒരു ആ എഡ്യൂക്കേഷന്റെ ആ ഒരു ഇത് തന്നെ ചേഞ്ച് ആവും. കുട്ടികൾ പെട്ടെന്ന് അക്ഷരങ്ങൾ പഠിക്കും. ഇത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ കുഞ്ഞുങ്ങൾക്ക്, ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും മലയാളം എഴുതാനും വായിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞ. അവർക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി ഒട്ടും അറിയില്ല. വെറുതെ ഫോൺ ഫീഡിങ് പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തില് നമ്മുടെ ഒരു ഗവൺമെന്റ് ഒക്കെ ആണെങ്കിലും ഈ കുറെ പാഠ്യപദ്ധതിയൊക്കെ ഇങ്ങനെ DPP മറ്റേതൊക്കെ വരുന്നുണ്ട്. പക്ഷെ ബേസ് കുഞ്ഞുങ്ങൾക്ക് ബേസ് കൊടുക്കും. ബേസ് കൊടുത്താൽ തന്നെ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് അവര് ഓരോ ഇത് പഠിച്ചു പോകുമ്പോ കുറച്ചും കൂടി നല്ലതായിരിക്കും വിദ്യാഭ്യാസം. പേടി ഉണ്ടാവില്ല. ഇപ്പൊ ഒട്ടുമിക്ക ടീച്ചേഴ്സിനും, ഞങ്ങളെ മ്യൂസിക് ടീച്ചർ എന്ന് വെച്ചാൽ പുസ്തകം കൊണ്ടുപോകും, എന്നിട്ട് ഈ മരത്തിന്റെ അടിയിലേക്ക് ഇരുത്തി പാട്ടൊക്കെ പഠിപ്പിക്കും. മിസ്സിനെ ഭയങ്കര ഇഷ്ടമാ. അതുപോലെ മലയാളം ഭയങ്കര ഇഷ്ടമാ. മാത്സ് എന്ന് വെച്ചാൽ എനിക്ക് പേടിയാ സത്യം പറഞ്ഞ. അങ്ങനെ പൊളിയാണ് സത്യം പറഞ്ഞ. അതുപോലെ എവിടെയാ പഠിച്ചേ? സ്ഥലം എവിടെയാ? എന്റെ വീട് അരൂര്. അരൂര്. സ്കൂളേതാ? സെന്റ് അഗസ്റ്റ്. നമ്മൾ ആ വഴിയിൽ കാണുന്ന സ്കൂളാണോ? ഹൈവേയില് സൈഡില് ഒരു വലിയ സ്കൂള് കാണുന്നതാണോ? സ്കൂള് സെന്റ് LP സ്കൂള്. റോഡ് സൈഡിൽ തന്നെയാണോ? നമ്മൾ ഹൈവേ സൈഡിൽ തന്നെ ഒരു സ്കൂള് കാണാം, അതാ ഞാൻ ചോദിച്ചത്. ഇതിൽ തന്നെ ഇപ്പൊ വേണമെങ്കിൽ ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങളുടെ ടൈമിലൊക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര പേടിപ്പിച്ചിട്ടുള്ള പഠിത്തമായിരുന്നു. ഫസീല് ഞാൻ നോക്കിയിട്ട് എന്താ പറയാ, ഭയങ്കര ലക്കിയാണ്. ശരിയാ. അല്ല മിസ്സേ, ഞാൻ പറയട്ടെ, ആ സ്കൂളിൽ നമ്മൾ പഠിച്ചിറങ്ങിയതിന് ശേഷം ഒരുപാട് കാലം അവിടുത്തെ ആ ടീച്ചേഴ്സ് അവിടെ തന്നെയാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അവരെ കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ തന്നെയാ ബാക്കിയുള്ളവരും പറയണത്. അതൊക്കെ ഒരു ലക്ക് തന്നെ പറയുന്നുള്ളൂ. പിന്നെ നമ്മളെ സഹോദരിക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളുടെ കൂടെ ഉമ്മമാര് വരണം തന്നെയല്ല, അത്രയും കെയറിങ് ആയിട്ട് അവര് കൊണ്ടുപോയിട്ട് വേറൊരു സ്കൂൾക്കല്ലേ കൊണ്ടുപോണത്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒപ്പനക്ക് പാടാന് അതേ വേഷിട്ടിട്ടുള്ള കുട്ടികളെ കൊണ്ടുപോയിരുന്നു. അപ്പൊ മിസ്സുമാരെന്നെയാ പാടിയിരുന്നത്, ഞങ്ങളെ ടീച്ചേഴ്സ് തന്നെയാണ്. പിന്നെ എന്റെ ചേച്ചിയും കൂടെ പാടാൻ കൂടിയിരുന്നു. എന്നിട്ട് നമ്മള് പിന്നെ വേറൊരു സ്കൂളിന്, വേറെ 13 സ്കൂളുകളൊക്കെ ഉണ്ടാവുമല്ലോ മത്സരിക്കാന്. അപ്പൊ ആ ടൈമിൽ എന്റെ ചേച്ചി പഠിച്ച സ്കൂളത്തെ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ടീച്ചേഴ്സിനെ കണ്ടത് കാരണം വിറയില് വന്നു. നീ ഇവരുടെ കൂടെയാണോ പാടാൻ വന്നിക്കണെന്ന് ചോദിച്ചു. അതിനുശേഷം അവള് പാടിയോടുകൂടെ മൈക്കൊക്കെ ഇങ്ങനെ വായിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് വരച്ചിട്ട് ഞങ്ങക്ക് സെക്കൻഡ് കിട്ടിയ ഒരു പോയിന്റിന്. ഞാനിനി പറയാത്തതൊന്നുമില്ല. അപ്പൊ എന്താ, സ്വന്തം പഠിപ്പിച്ച ടീച്ചേഴ്സിനെ കണ്ടപ്പോ അവള് പിന്നെ വല്യങ്ങാടി എന്ന് പറയുന്ന ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്, പെരിന്തൽമണ്ണ വല്യങ്ങാടി പറഞ്ഞത്. ഞാൻ പിന്നെ പെരിന്തൽമണ്ണേനെ കക്കൂത്ത് സ്കൂളിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടുന്ന് വീട് മാറിപ്പോന്നു. പക്ഷെ എന്തുകൊണ്ട് ആ 4 വരെ ഉള്ളത് ഉണ്ടല്ലോ, എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റിയൊരു സ്കൂൾ തന്നെയാണ്. സത്യം. ഓക്കെ, സോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും നിങ്ങൾ പഠിച്ച മെത്തേഡും. ചിലർക്ക് നല്ല ഇത്, ഈവൻതോ ചില സ്കൂളിലെ ടീച്ചർമാര് അവര് ഈ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് അവർ അവെയർ ആണെങ്കിൽ മോസ്റ്റ്ലി അവർ അത് തന്നെ ഫോളോ ചെയ്യുന്ന രീതിയിൽ. നമ്മൾക്ക് വേറൊരു ബാച്ചിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു വയനാട് ഉള്ളത്, വയനാട് സ്കൂളിനെ പറ്റി പറഞ്ഞു. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറിയുടെ അതേ രീതിയിൽ തന്നെ, സാധാരണ സ്റ്റേറ്റ് സ്കൂളാണ്, പക്ഷെ അതേ രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴും അവിടെ അങ്ങനെ തന്നെ എന്നൊക്കെ കുട്ടി പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ശരിക്കും മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെന്റിലാണ്. കുട്ടികളെ താഴ്ത്തുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ ഓവറോൾ ഡെവലപ്മെന്റിൽ ഫോക്കസ് ചെയ്യുന്നു. ട്രഡീഷണൽ സ്കൂൾസ് എന്താ കരിക്കുലം, നമ്മള് ഒരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യാനായിട്ട് ചിന്തിക്കും, അയ്യോ ഞങ്ങളുടെ അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കമന്റ്സ് ഒക്കെ പലപ്പോഴും ടീച്ചർമാരിൽ നിന്ന് വരാറുണ്ട്. അവർ ആ കരിക്കുലം ഫോക്കസ് ചെയ്യുക. ടീച്ചർമാരെന്താ, അവർക്ക് കിട്ടിയ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ്. അവരുടെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസിലേക്ക് എന്തെത്തുന്നു എന്നുള്ളതിനേക്കാളും അതിന് ഫോക്കസ് ചെയ്യുന്നു. ടീച്ചറെ, ഞാന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സ്കൂളാണത്, ഞാൻ കാണിച്ചു തരാം. അത് ഡെന്റൽ ക്യാമ്പ് നടക്കല്ലേ? ഹായ്.
എന്തൊക്കെയാ പഠിക്കുന്നത്? അവിടെ എന്താ ചെയ്യണേ? ഇന്ന് ക്യാമ്പാണ് ടീച്ചറെ. എന്നിട്ട് ആ, ക്യാമ്പ് ഏത് ഏജിലെ എല്ലാ കുട്ടികളാകും? ഏതൊക്കെ ഏജിലാ? ഓക്കെ ടീച്ചറെ. ഏതൊക്കെ ഏജിലുള്ളവരാ അവിടെ ഉള്ളത്? പേര് പറഞ്ഞേ. റിഷാന. 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 റിഷാന അവിടെ ഏത് ഏജിലുള്ള കുട്ടികളൊക്കെ അവര്? റിഷാന ലെഫ്റ്റ് ആയിണ്ട് മാം. ആണോ? ഓക്കെ ഓക്കെ. ഒരു ബഡ് സ്കൂളിലല്ലേ പറഞ്ഞത്? ബഡ് സ്കൂളിൽ നിന്നല്ലേ പറഞ്ഞേ? അതെ അതെ. 8 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്നല്ലേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 8 വയസ്സ് വരെയുള്ള കുട്ടികളെ ക്ലാസ് എടുത്തോളാൻ പറഞ്ഞു എന്നാ പറഞ്ഞിരുന്നു. ഓ, ക്യാമ്പ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും കൂടെ ഒരു ക്ലാസ്സിലുണ്ട്, ഒരു ക്ലാസ് റൂമിലാന്ന് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ റിഷാനോട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ചോദിക്കും. അപ്പം ഇതാണ് ഓവറോൾ ഡെവലപ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ട്രഡീഷണൽ മെത്തേഡ് ആ ഒരു സിലബസ് കരിക്കുലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു. മോണ്ടിസോറി എന്താ പറയാ, എൻവയോൺമെന്റിൽ കുട്ടികൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ട്രഡീഷണലില് പലപ്പോഴും നമുക്ക് കാണാം സ്ലിപ്പി ആയിട്ട് ഉറക്കം തൂങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അതൊരു ചലഞ്ചായി എടുത്ത് പോസിറ്റീവായിട്ട് കണ്ട് അത് നമുക്ക് ആ ഒരു രീതിയിൽ കുട്ടികളെ ഭയങ്കരമായിട്ട്, കാരണം പോയ പലരും വന്ന് പറയുന്ന ഫീഡ്ബാക്കും അവരെ കുറിച്ച് അവിടെയുള്ള സ്റ്റാഫ് പറയുന്നതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ഇതുവരെ നമുക്ക് കിട്ടിയത്. നമുക്ക് ഇഷ്യൂസ് ഒന്നും ഇതുവരെ വന്നില്ല. നല്ല ഫീഡ്ബാക്ക് ആണ് എല്ലായിടത്തുനിന്നും, എല്ലാ ബാച്ചിൽ നിന്നും വന്നിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് 10 വയസ്സ് വരെ. ഓക്കെ, റിഷാനാണ്. ഓക്കെ, വെരി ഗുഡ് റിഷാന. എനിവേ അവിടുത്തെ റിഷാനയുടെ എക്സ്പീരിയൻസും കുട്ടികളുടെ അവരുടെ തോട്ട്സും അവരുടെ ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ വി ക്യാൻ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. സോ ഇനി നിങ്ങൾക്ക് ഞാൻ ട്യൂസ്ഡേ മാത്രമല്ലേ ഉള്ളൂ? ഓക്കെ, നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. ഓക്കെ ഫൈൻ. സോ നമ്മുടെ ഈ ഒരു യൂണിറ്റ് കഴിഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഡേ ഞാൻ ഒന്നുകൂടെ ഇതിന്റെ ഒരു കമ്പാരിസൺ ഒന്ന് പറഞ്ഞിട്ട് അടുത്ത യൂണിറ്റിലേക്ക് പോവുള്ളൂ. ഓക്കെ ഓക്കെ ദെൻ. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. യെസ്, ഗുഡ് റിഷാന. ഹലോ, ഇപ്പൊക്ക് വീഡിയോ നല്ലോണം കാണുന്നുണ്ട് ടീച്ചർ. ഒന്നുകൂടി കാണിച്ചു തരുമോ? നേരത്തെ കാണിച്ചു തന്നത് എന്താ പ്രശ്ന? എനിക്ക് മനസ്സിലായില്ല. നേരത്തെ ടീച്ചർ ഒരു കാണിച്ചു തന്നില്ലേ? ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ കാണിച്ച മെറ്റീരിയൽ ആണോ? ആ മെറ്റീരിയല് നമുക്ക് പ്രാക്ടിക്കൽ സെഷനിൽ ഒന്നുകൂടെ വരും. ഞാൻ ജസ്റ്റ് ഒന്ന് കുട്ടികൾ എങ്ങനെയാണ് ആ മെറ്റീരിയൽസ് വെച്ച് കൺട്രോൾ എറർ ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചതായിരുന്നു. ഇതാണേ. ഒന്ന് ചെരിച്ച് പിടിക്കാൻ പറ്റും, മറ്റേ വേറെ രീതി പിടിക്കാൻ പറ്റുമോ? അപ്പൊ ആ മൂടി അടുപ്പ് വീഴാൻ മതിയോ അല്ലെ? ഇങ്ങനെ നമുക്ക് 4 ടൈപ്പിലുണ്ട് സിലിണ്ടേഴ്സ്. അത് നിങ്ങളുടെ മോഡ്യൂൾ 3 വരുമ്പോൾ നമ്മളുടെ സെഷൻ മുഴുവൻ ഇതാണ്. ജസ്റ്റ് ഇപ്പൊ ക്ലാസ്സിൽ ഇത് വന്നപ്പോ ഒരു മെറ്റീരിയൽ എടുത്ത് ഒരു കുട്ടി എടുത്താൽ അത് എങ്ങനെ ചെയ്യും എന്നൊന്ന് കാണിച്ചതാ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് എസ്റ്റർ ബേബി ചെയ്യോടാ? എസ്റ്റർ പോയോ? എസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞിരുന്നേ മാം. ആണോ? എസ്റ്റർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്യണോ മാം? ചെയ്തോളൂ. Yesterday is history, tomorrow is mystery, today is a gift, that is why it is called present. ഇന്നലെ ഒരു ചരിത്രമാണ്, നാളെ ഒരു രഹസ്യമാണ്, ഇന്നൊരു സമ്മാനമാണ്. അതുകൊണ്ട് ഇന്നിനെ വർത്തമാനകാലം എന്ന് പറയുന്നു. താങ്ക് യു മാം. സൈൻ ഔട്ട് മൈ മായ. Okay, bye. Have a nice day. Thank you so much. Bye. 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 ക്ലാസ് തുടങ്ങിയപ്പോ മുതൽ ടീച്ചർ വേണ്ട താങ്ക് യു മാം പറയാം, കട്ട് ചെയ്യൂ പറഞ്ഞ് കുട്ടി ഡിസ്റ്റർബ് ചെയ്യണേ. ഡെയിലി ക്ലാസ് ജോയിൻ ചെയ്ത അപ്പൊ തുടങ്ങുമ്പോ ടീച്ചർ വേണ്ട കട്ട് ചെയ്യാം, താങ്ക് യു മാം പറയാം, താങ്ക് യു മാം. 2.5 വയസ്സായി. അതെയോ? ബൈ എന്തായാലും പറഞ്ഞല്ലോ, താങ്ക് യു മാം പറഞ്ഞില്ല, ബൈ പറഞ്ഞു വിടുവാ. ശരി, ബൈ. കട്ട് ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ റെഡിൽ പിടിച്ച് അമർത്താൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം.
വെയിറ്റ് ചെയ്ത് നിക്കുക. എത്ര വയസ്സുണ്ട്? 2.5 വയസ്സുണ്ട്. ഓക്കെ വാവേ, ടാറ്റാ. മാം 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 പാലക്കാട് അറിയോ മാം? സ്ഥലം പാലക്കാട് ഡിസ്ട്രിക്ട്. എന്റെ മാം ചേച്ചി അവിടെ. തത്തമംഗലം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാനോ? എനിക്ക് ആകെ പാലക്കാട് കണക്ഷൻ എന്റെ ചേച്ചി അവിടെ കല്യാണം കഴിച്ച ചേച്ചി അവിടെ വർക്ക് ചെയ്യുവാണ്. ഞാൻ തത്തമംഗലം മാമിനെ പോലെയാണോ ചേച്ചി കാണാൻ? ആണോ? അല്ല, എനിക്ക് ഞാൻ ഹൈസ്കൂളിൽ VHSC ബാച്ചിൽ പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിക്കായിരുന്നു. ബേസിക്കലി ബിഎഡ് അല്ല, ആകെ മോണ്ടിസോറി TTC PG ഡിപ്ലോമയേ ഉള്ളൂ ആസ് എ ഫെസിലിറ്റേറ്റർ. ഓക്കെ ഓക്കെ. തത്തമംഗലൊക്കെ കേട്ടിട്ടുണ്ട്. ചേച്ചി മാട്ടുമന്തയാ. ഓ, മല്ലിപ്പിള്ളി. ഓക്കെ. മലമ്പുഴ റൂട്ട്, മലമ്പുഴയിലെ ഒരു റൂറൽ കമ്മ്യൂണിറ്റി സെന്ററിലെ നഴ്സ്. ഓക്കെ ഓക്കെ ഹസ്ബൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നഴ്സാണ്. ഓക്കെ ഓക്കെ. മാം എവിടെ സ്കൂളിൽ വന്നിട്ടുണ്ടോ, പഠിപ്പിച്ചിട്ടുണ്ടോ ചോദിക്കാൻ വേണ്ടിയിരിക്കുന്നു. ആണോ? എന്നെ പോലെ ഇരിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട്. മാമിന്റെ വീട് എവിടെയാ? നോർത്ത് പറവൂർ. ഓക്കെ, എറണാകുളം അല്ലേ? ബോർഡർ. ഓക്കെ, താങ്ക് യു മാം.